Sir, good morning and welcome to the show. Morning Vishnu, morning viewers. സാർ ആദ്യം നമുക്ക് ആഗോള മാർക്കറ്റിലോട്ട് തന്നെ പോകാം. ഇന്നലെ US മാർക്കറ്റ് നമുക്ക് നോക്കുമ്പോൾ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് കാഴ്ചവെച്ചത്. എന്നാലും വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം മാർക്കറ്റിൽ കാണാൻ സാധിച്ചില്ലായിരുന്നു. ഡൗ ജോൺസ് നോക്കുമ്പോൾ 0.28% ഒരു മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയത്. S&P 500ൽ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിൻ്റെ ഒരു ട്രേഡിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചത്. നാസ്ഡാക്ക് നോക്കുമ്പോൾ 0.1% ഒരു നേരിയ ഇടിവ് രേഖപ്പെടുത്തുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. US മാർക്കറ്റിനെ സംബന്ധിച്ച് ഇനി താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? So American marketல Dow Jones Indexന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷായി തന്നെ തുടരുന്നു. ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ട് മാറിയിട്ടുണ്ട്. സോ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ റെസിസ്റ്റൻസ് ലെവൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് 41,300 പോയിന്റ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 42,500 പോയിന്റ് ആയിരിക്കും മേജർ റെസിസ്റ്റൻസ്. 42,500 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് വലിയൊരു മുന്നേറ്റം ഡൗ ജോൺസ് ഇൻഡെക്സിൽ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ആ ഒരു ബുള്ളിഷ് അണ്ടർടോൺ തുടരുന്നുണ്ട്. സോ നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിലെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലത്തെ ട്രേഡിൽ 19,600 പോയിന്റ് റെസിസ്റ്റൻസ് ലെവൽ വരെ എത്തിയിരുന്നു. സോ നാച്ചുറലി അവിടെ ഒരു നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചിരുന്നു. ബട്ട് ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് അടുത്ത മേജർ റെസിസ്റ്റൻസ് 20,500 പോയിന്റിലാണ് കാണുന്നത്. ഇന്നത്തെ വ്യാപാരത്തിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് അമേരിക്കൻ വിപണിയിൽ കാര്യമായിട്ട് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റീസ് എസ്പെഷ്യലി മേജർ സ്റ്റോക്സിലൊന്നും കാണാൻ സാധിക്കുന്നില്ല. ബട്ട് കാര്യമായിട്ട് ഒരു താഴോട്ടൊരു ഇടിവും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. സാർ, നമുക്ക് കമ്മോഡിറ്റി മാർക്കറ്റിലോട്ട് വരുമ്പോൾ നമുക്ക് ഇന്നൊരു ഇടിവിലാണ് ട്രേഡിംഗ് നടക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് ബ്രെൻറ്റ് ക്രൂഡ് നോക്കുമ്പോൾ ഏകദേശം 0.5% ഒരു ഇടിവും ക്രൂഡിലും ഒരു 0.5% ഒരു ഇടിവാണ് ഇന്ന് കാണാൻ സാധിക്കുന്നത്. ക്രൂഡിൽ താങ്കളുടെ ഇനിയൊരു ടേക്ക് എന്താണ്? നമ്മളിപ്പോ ബ്രെന്റ് ക്രൂഡ് നോക്കുമ്പോഴേക്കും ബ്രെന്റ് ക്രൂഡിന്റെ ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ബ്രെന്റ് ക്രൂഡിന്റെ കേസിൽ $69 ഇസ് ദ മേജർ റെസിസ്റ്റൻസ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഷോർട്ട് ടേം ട്രെൻഡിൽ ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കത്തുള്ളൂ. ഇന്നത്തെ വ്യാപാരത്തിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ട്രേഡിംഗ് അവസരവും കാണാൻ സാധിക്കുന്നില്ല. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ $63. സാർ, നമുക്ക് ഗോൾഡിലോട്ട് വരുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഏകദേശം 0.5% മുകളിലേക്ക് ഒരു ഇടിവാണ് ഇന്നത്തെ ഒരു ട്രേഡിങ്ങിൽ കാണാൻ സാധിക്കുന്നത്. നിലവിൽ 3,319 എന്നൊരു ലെവലിലാണ് ഗോൾഡിൽ ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നോക്കുമ്പോൾ ഒരു കൺസോൾട്ടേഷൻ എന്ന രീതിയിലുള്ള ഒരു ട്രേഡിംഗ് ഗോൾഡിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഗോൾഡിൽ ഇനി താങ്കൾ ഒരു മുന്നോട്ടുള്ള ഒരു വ്യൂ എന്താണ്? വിഷ്ണു പറഞ്ഞ വളരെ ശരിയാ. കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് സ്വർണത്തിന്റെ കേസിൽ ഒരു നേരിയ കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നത്തെ ട്രേഡിലും നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. കൈവശം ഓൾറെഡി നമുക്കൊരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ $3,260 വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. സാർ, നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരുമ്പോൾ ഇന്നലെ വളരെ ഒരു പോസിറ്റീവായുള്ള റെസ്പോൺസ് ആയിരുന്നു മാർക്കറ്റിന് നൽകാൻ സാധിച്ചത്. അതായത് ഏകദേശം 1% മുകളിലേക്കുള്ളൊരു മുന്നേറ്റം മാർക്കറ്റ് രേഖപ്പെടുത്തിയിരുന്നു. നമ്മൾ ആ മാർക്കറ്റിലൊരു ട്രേഡിംഗ് ഇന്നലെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിച്ചു ആ തുടക്ക നിമിഷത്തിൽ ലഭിച്ച ഒരു മുന്നേറ്റം പിന്നീട് അങ്ങോട്ട് സസ്റ്റെയിൻ ചെയ്യാൻ മാർക്കറ്റിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ 24,328 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തത്. നിഫ്റ്റി 50യിൽ താങ്കൾ ഇനി വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി 50യുടെ കേസിൽ എനിക്ക് ഒരു വീക്ക്നെസ്സും ഇപ്പൊ കാണാൻ സാധിക്കുന്നില്ല. കഴിഞ്ഞ ആഴ്ചത്തെ ആ ട്രേഡിൽ തന്നെ 24,000 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തതോടെ ഇന്ത്യൻ വിപണിയിലെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിരുന്നു. നമുക്ക് വെള്ളിയാഴ്ചയും വ്യാഴാഴ്ചയൊക്കെ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചിരുന്നു. നമ്മളിപ്പോൾ മെയിൻ ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് ലെവൽ 24,450 പോയിന്റ് ആയിരിക്കണം. ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ ഇന്ന് നിഫ്റ്റി 50ക്ക് ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒത്തിരി നേട്ടം എക്സ്പെക്ട് ചെയ്യാം. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് നമുക്ക് നിഫ്റ്റി 50യിലോ മേജർ സ്റ്റോക്സിലോ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 23,800 പോയിന്റ്. സാർ, ഇനി അറിയേണ്ടത് ബാങ്ക് നിഫ്റ്റിയെ പറ്റിയാണ്. ബാങ്ക് നിഫ്റ്റി നോക്കുമ്പോഴും ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ട്രേഡിംഗ് ആയിരുന്നു ഇന്നലെ കാഴ്ചവെച്ചത്. ഏകദേശം 1.5%-ൻ്റെയൊക്കെ അടുത്തേക്കൊരു മുന്നേറ്റത്തിന് ബാങ്ക് നിഫ്റ്റിക്ക് കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നു. ഇന്നലത്തെ ബാങ്ക് നിഫ്റ്റിയിലെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോഴും തുടക്കം ലഭിച്ച ആ ഒരു മുന്നേറ്റം പിന്നീട് അങ്ങോട്ടൊരു 12:30-ക്ക് ശേഷമൊക്കെ നമുക്കൊരു ഇൻട്രാഡേ ഹൈ ക്രിയേറ്റ് ചെയ്തതായിട്ടാണ് കാണാൻ സാധിച്ചത്. അതിനുശേഷവും ആ ഒരു നിരക്കിന് അല്ലെങ്കിൽ ആ ഒരു ലെവലിനടുത്ത് തന്നെ സസ്റ്റെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു ക്ലോസിംഗ് മാർക്കറ്റിന് എടുക്കാനും ബാങ്ക് നിഫ്റ്റിയിൽ സാധിച്ചിട്ടുണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ താങ്കളുടെ ഒരു വ്യൂ എന്താണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. അറ്റ് ദ മൊമെന്റ് ഒരു വീക്ക്നെസ്സും കാണുന്നില്ല. ഇൻഫാക്ട് കഴിഞ്ഞ ഒരു 5 ആഴ്ചത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി 50 അപേക്ഷിച്ച് നമുക്ക് ഔട്ട് പെർഫോമൻസ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് നൽകിക്കൊണ്ടിരിക്കുന്നത്.
സോ അറ്റ് ദ മൊമെന്റ് ബാങ്കിങ് സെക്ടറിൽ നമ്മൾ ഷോർട്ട് പൊസിഷൻസ് ഒന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കരുത്. അണ്ടർടോൺ ഇസ് വെരി വെരി ബുള്ളിഷ്. കറക്ഷൻ നടക്കുന്ന സമയത്ത് നല്ല ഫൈനാൻഷ്യൽ റിസൾട്ട്സ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന കമ്പനീസിലൊക്കെ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ അവസരങ്ങൾ ലഭിക്കുന്നുണ്ട്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യത്തെ റെസിസ്റ്റൻസ് 55,750. അത് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് കാണുന്ന മേജർ റെസിസ്റ്റൻസ് 56,100. ഈ രണ്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ വലിയൊരു മുന്നേറ്റം തന്നെ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. കാര്യം അടുത്ത മേജർ റെസിസ്റ്റൻസ് 57,200, അതിനുശേഷം 58,000 പോയിന്റിലാണ് കാണാൻ സാധിക്കുന്നത്. സാറിന് ഒരു സ്റ്റോക്ക് ഇൻ ഫോക്കസിലോട്ട് വരുമ്പോൾ ആദ്യം ചോദിക്കാനുള്ളത് ഡോക്ടർ റെഡ്ഡീസിനെ പറ്റിയാണ്. സ്റ്റോക്ക് ഇന്നലെ ഒരു 2% മുന്നേറ്റം രേഖപ്പെടുത്തി 1198 എന്നൊരു നിലയിലാണ് സ്റ്റോക്ക് ഇപ്പോഴൊരു ലാസ്റ്റ് ട്രേഡ് പ്രൈസ് കാണാൻ സാധിക്കുന്നത്. നമുക്ക് കമ്പനിയെ പറ്റി ഒരു സ്റ്റോക്കിനെ പറ്റി പറയുമ്പോൾ ഒരു ന്യൂസ് ലഭ്യമായിട്ടുള്ളത് നവജാത ശിശുക്കളിൽ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ തടയുന്നതിനായി കമ്പനി വേറൊരു കമ്പനിയുമായിട്ടുള്ള ഒരു പങ്കാളിത്തം വികസിപ്പിച്ചു എന്നുള്ളത്. അതായത് ഡോക്ടർ റെഡ്ഡീസ് ലാബോറട്ടറീസ് തിങ്കളാഴ്ച ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. നമുക്ക് ഏതായാലും ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു പാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ഒരു മന്ത്ലിയിലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ക്ലോസിംഗ് നേരിയ ഒരു ഈ ഒരു സ്റ്റോക്കിന് രേഖപ്പെടുത്താൻ സാധിച്ചിരുന്നു. കൂടാതെ ഒരു വീക്കിലി ട്രേഡിംഗ് നോക്കുമ്പോഴും കഴിഞ്ഞ ലാസ്റ്റ് 3 വീക്കുകളായിട്ട് പോസിറ്റീവായിട്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് സ്റ്റോക്ക് നൽകിയിരിക്കുന്നത്. ഡോക്ടർ റെഡ്ഡീസിൽ താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഡോക്ടർ റെഡ്ഡിയുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ടാണ് കാണുന്നത്. ബട്ട് ഷോർട്ട് ടേമിൽ നമുക്കൊരു ബുള്ളിഷ് അണ്ടർടോൺ ഫോമായി കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ ട്രേഡിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 1220 രൂപ. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 1240, 1260, 1295. 1295, 1320 ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. സാർ ഇനി ഒരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ഹെക്സാവെയർ ടെക്നോളജീസ് ആണ്. സ്റ്റോക്കിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം IPOയിൽ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ലിസ്റ്റ് ചെയ്ത ഒരു കമ്പനിയാണ് ഹെക്സാവെയർ ടെക്നോളജീസ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു ഹെക്സാവെയർ ടെക്നോളജീസ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റോക്കിൻ്റെ ഒരു റിസൾട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് മികച്ച ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ ഇത്തവണത്തെ ഒരു Q4ൽ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. കമ്പനിയുടെ ലാഭത്തിൽ ഏകദേശം 17.2% ഉയർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ വരുമാനത്തിലും 16.7% ഒരു മുന്നേറ്റമാണ് ഹെക്സാവെയറിൻ്റെ ഓഹരിയിൽ നമുക്ക് കമ്പനിയുടെ ഒരു പാദഫലമായി ലഭ്യമായിരിക്കുന്നത്. ഹെക്സാവെയറിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഹെക്സാവെയറിന്റെ കേസിൽ ലിസ്റ്റിംഗ് നടത്തിയിട്ട് ഒത്തിരി നാളുകളായിട്ടില്ല. മറ്റ് പല IPO സ്റ്റോക്സിനോടൊപ്പം തന്നെ ഈ ഒരു സ്റ്റോക്കിലും വലിയൊരു സെല്ലിംഗ് ആയിരുന്നു കഴിഞ്ഞ 2 മാസത്തിൽ നടന്നിരിക്കുന്നത്. സോ നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. എങ്കിലും നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാം. എങ്കിലും നമ്മളൊരു കോൺട്രേറിയൻ ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും ചെയ്യുന്നത് എന്നുള്ള ഒരു കാര്യം മറക്കരുത്. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 740, പിന്നീട് 765, 800. ഇനിയൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് കാസ്ട്രോൾ ഇന്ത്യയാണ്. നിലവിൽ ഇന്നലെ ഒരു 3.2% ഒരു നേട്ടമാണ് കാസ്ട്രോൾ രേഖപ്പെടുത്തിയത്. നിലവിൽ ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഓൾ ടൈം ഹൈയിൽ നിന്ന് ഏകദേശം 20% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ലെവലിലാണ്. കമ്പനിയുടെ ഒരു പാദഫലം നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് വരുമാനത്തിൽ 7.3% ഉയർച്ച രേഖപ്പെടുത്താൻ സാധിച്ചിരുന്നു. കൂടാതെ അറ്റാദായത്തിലും 8% ഒരു ഉയർച്ച കമ്പനി ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാസ്ട്രോൾ ഇന്ത്യയിൽ താങ്കൾ ഇനി വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? കാസ്ട്രോൾ ഇന്ത്യയുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിൽ മേജർ സപ്പോർട്ടായിട്ട് കാണാൻ സാധിക്കും 195 രൂപ. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അവിടെ ആയിരിക്കാം നമ്മുടെ സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. മേജർ റെസിസ്റ്റൻസ് 222 രൂപയിലാണ് കാണുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 240, അതിനുശേഷം 260. സാർ ഇനിയൊരു സ്റ്റോക്ക് ഇപ്പോൾ ഫോക്കസിലുള്ളത് ഇനോക്സ് വൈൻഡാണ്. നമുക്ക് ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു ലാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഓഹരി നിലവിൽ ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 1.23% ഒരു മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഒരു ഓൾ ടൈം ഹൈയിൽ നിന്ന് ഈ ഒരു സ്റ്റോക്ക് നിലവിൽ ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു 30% ഇടിവുള്ള ഒരു ലെവലിലാണ്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഐനോക്സ് വിൻഡിന്റെ കേസിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറ്റ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്നത് നിഫ്റ്റി 50യിലും നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലൊക്കെ വലിയൊരു മുന്നേറ്റം നടന്നതിന് ശേഷം നമ്മൾ ഈ സ്മോൾ ആൻഡ് മിഡ് ക്യാപ് സ്റ്റോക്സിൽ ഒത്തിരി
ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നത്. സോ ഇതിൽ റിസ്ക് വളരെ അധികമായിരിക്കും എന്നുള്ളൊരു കാര്യം മറക്കരുത്. ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 200 രൂപ. 200ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ പിന്നീട് കാണുന്ന റെസിസ്റ്റൻസ് 220, 235. സോ അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 155ന്റെ സപ്പോർട്ടായിരിക്കണം നമ്മൾ ശ്രദ്ധിച്ച് ഇരിക്കേണ്ടത്. നമുക്ക് അടുത്തൊരു സ്റ്റോക്ക് ഇനി ഫോക്കസിലുള്ളത് ശക്തി പമ്പാണ്. ശക്തി പമ്പിൻ്റെ നിലവിലത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിൽ ഏകദേശം 1% മുകളിലേക്കുള്ള ഒരു ഇടിവായിരുന്നു സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരുന്നത്. നിലവിൽ 890 എന്നുള്ള ഒരു ലെവലിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശക്തി പമ്പിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ ശക്തി പമ്പിന്റെ കേസിൽ ഇതിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് ഈ ഒരു സ്റ്റോക്കിലും പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി കാര്യമായിട്ടില്ല. സോ ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒക്ടോബർ മാസത്തിന് ശേഷം വലിയ പെട്ടെന്നൊരു മുന്നേറ്റവും അതിനുശേഷം ജനുവരി മാസത്തിന് ശേഷം അതേ സ്പീഡിൽ വലിയൊരു കുതിപ്പുമായിരുന്നു ഇടിവമായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്ക് കൺസോൾഡേറ്റ് ചെയ്തു വരുന്നത് 720 1045 രൂപയ്ക്കും ഇടയ്ക്കായി ഒരു കൺസോൾട്ടേഷൻ നടക്കുന്നത്. അറ്റ് ദ മൊമെന്റ് നമുക്ക് ഇതിലൊരു ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു ക്വിക്ക് ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കുന്നില്ല. 1045 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറും. സാർ, ഇനിയൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് മിഡ് ക്യാപ് 100ൽ നിന്ന് ഇന്നലെ ഏറ്റവും കൂടുതൽ നേട്ടം രേഖപ്പെടുത്തിയൊരു സ്റ്റോക്കാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡിനെ പറ്റിയാണ് അറിയേണ്ടത്. ഏകദേശം 6% ഒരു മുന്നേറ്റമാണ് ഈ ഒരു സ്റ്റോക്ക് ഇന്നലത്തെ ട്രേഡിങ്ങിൽ കാഴ്ചവെച്ചത്. നിലവിൽ 1502 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു പാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞൊരു ജൂലൈയിലായിരുന്നു ഈ ഒരു സ്റ്റോക്ക് ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തത്. അതിനുശേഷം പിന്നീട് അങ്ങോട്ടൊരു ഇടിവാണ് സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത്. ഇപ്പോൾ ഏകദേശം ഒരു 50% ഇടിവ് എന്നുള്ളൊരു നിലയിൽ ആ ഒരു ലെവലിലാണ് സ്റ്റോക്ക് നിലവിൽ ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഒരു കൺസോൾട്ടേഷനും സ്റ്റോക്കിൽ കാണുന്നുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ് ഇനി? സോ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ ഡിസ്ക്ലോഷർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. എനിക്ക് ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ എക്സിസ്റ്റിംഗ് ആയിട്ടുണ്ട്. ഈ സ്റ്റോക്കിൽ വിഷ്ണു പറഞ്ഞ വളരെ ശരിയാ. കഴിഞ്ഞ ജൂലൈ മാസത്തിന് ശേഷം വലിയൊരു സെൽ ഓഫ് ആയിരുന്നു ഈ സ്റ്റോക്കിൽ കണ്ടത്. ബട്ട് നമ്മൾ നവംബർ മാസത്തിന് ശേഷം ഈ സ്റ്റോക്കിന്റെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ നല്ലൊരു കൺസോൾട്ടേഷൻ, നല്ലൊരു സപ്പോർട്ട് ബേസ് ഈ സ്റ്റോക്കിൽ 1190 രൂപയ്ക്ക് അടുത്ത് ഫോം ചെയ്തു വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് എളുപ്പത്തിന് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. അറ്റ് ദ മൊമെന്റ് ഇതിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു റെസിസ്റ്റൻസ് ലെവൽ 1600 രൂപയിൽ ഫോം ചെയ്തിട്ടുണ്ട്. 1600ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. 1600ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 1850, 2050, 2290. സോ തീർച്ചയായിട്ടും ഈ കമ്പനിയുടെ ഫൈനാൻസസ് സ്റ്റഡി ചെയ്യുക. ഈ കമ്പനിക്ക് ഒത്തിരി പോസിറ്റീവ് വാർത്തകൾ കഴിഞ്ഞ ഒരു മാസത്തിനിടെ വന്നിട്ടുണ്ട്. അത് പഠിക്കുക, ശ്രദ്ധിക്കുക. ഇനിയൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ആണ്. സ്റ്റോക്കിൻ്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ഇന്നലെ 1.7% ഒരു നേട്ടമാണ് രേഖപ്പെടുത്തിയത്. നിലവിൽ 2121 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസുമാണ് കാണാൻ സാധിക്കുന്നത്. ഗോദ്രേജ് പ്രോപ്പർട്ടീസിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ ഗോദ്രേജ് പ്രോപ്പർട്ടിയുടെ കേസിലും ഒരു ഡിസ്ക്ലോഷർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. എനിക്ക് ഓൾറെഡി നിലവിൽ ഒരു എക്സിസ്റ്റിംഗ് ലോങ് പൊസിഷൻ ഉണ്ട്. ബട്ട് ഗോദ്രേജ് പ്രോപ്പർട്ടി മറ്റ് മേജർ പ്രോപ്പർട്ടി സ്റ്റോക്സിനെ പോലെ തന്നെ, ഫോർ എക്സാമ്പിൾ DLF, ശോഭ, ഓബറോയ് മുതലായ സ്റ്റോക്സിനെ ഒക്കെ പോലെ തന്നെ ഇപ്പോഴും നിഫ്റ്റി 50യുടെ റിക്കവറിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. ലോങ് ടേം ട്രെൻഡ് ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് ഷോർട്ട് ടേമിൽ നമുക്ക് ഒരു കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ 2210 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുക. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് കാണുന്ന മേജർ റെസിസ്റ്റൻസ് 2500, 2650. 2650ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. അതിനുശേഷം നമുക്ക് വലിയൊരു മുന്നേറ്റം ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കും. സാർ, ഇനിയൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് BEML ആണ്. നമ്മൾ ഇന്നലെ നോക്കുമ്പോൾ 1.9% ഒരു നേട്ടമാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ സ്റ്റോക്കിൻ്റെ ഒരു പാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ നിലവിൽ ഏകദേശം ഒരു 42% ഇടിവ് ഓൾ ടൈം ഹൈയിൽ നിന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ആ ഒരു ലെവലിലാണ് നിലവിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് മാസം ഈ ഒരു സ്റ്റോക്ക് നോക്കുമ്പോൾ ഏകദേശം ഒരു 31% ഒരു റിട്ടേൺ നൽകിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗുമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. BEMLൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വിഷ്ണു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ് ഭാരത് എർത്ത് മൂവേഴ്സ്. ഈ സ്റ്റോക്കിൽ ഒത്തിരി വോളറ്റിലിറ്റി കാണാറുണ്ട്. എങ്കിലും നേരത്തെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കൊച്ചിൻ ഷിപ്പ്യാർഡിനെ പോലെ തന്നെ കഴിഞ്ഞ ജൂലൈ മാസത്തിന് ശേഷം
ഈ ഒരു സ്റ്റോക്കിൽ മോർ ദാൻ 50% ഇടിവാ നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. സോ കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് സ്റ്റഡി ചെയ്യുക. എൻ്റെ അഭിപ്രായത്തിൽ ദിസ് ഇസ് ഗോയിങ് ടു പ്രൊവൈഡ് us വിത്ത് എ ലോ റിസ്ക് ബൈങ് ഓപ്പർച്യൂണിറ്റി. സോ ഇതിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അറ്റ് ദ മൊമെന്റ് ഇതിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിന് ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണുന്നത് 3300, അതിനുശേഷം 3650. 3650 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് കാണുന്ന മേജർ റെസിസ്റ്റൻസ് 4400, അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 4800. സാർ, ഇനിയൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് പേടിഎം ആണ്. പേടിഎം നോക്കുമ്പോൾ 0.7% ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു ഇന്നലത്തെ ട്രേഡിങ്ങിൽ കാണാൻ സാധിച്ചത്. 881 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസുമാണ് നമുക്ക് ഈ ഒരു പേടിഎമ്മിൻ്റെ ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത്. പേടിഎമ്മിൻ്റെ ഒരു ഓഹരി നോക്കുമ്പോൾ ഒരു 17 മാർച്ച് തൊട്ടുള്ള വീക്കുകളിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് നടക്കുന്നുണ്ട്. പേടിഎമ്മിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ പേടിഎമ്മിന്റെ കേസിൽ ഒരു ഡിസ്ക്ലോഷർ, നിലവിൽ എനിക്കൊരു എക്സിസ്റ്റിംഗ് ലോങ് പൊസിഷൻ ഉണ്ട്. ഈ സ്റ്റോക്കിൽ നമുക്ക് മാർച്ച് മാസത്തിന് ശേഷം ഒത്തിരി ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുമുണ്ട്. കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ 903 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് 950, 960, 1020 ഇത് മൂന്നുമായിരിക്കും റെസിസ്റ്റൻസ് ലെവൽസ്. സാർ, ഇനിയൊരു സ്റ്റോക്ക് അറിയേണ്ടത് ബാങ്കിങ് സെക്ടറിൽ നിന്നാണ്. AU ബാങ്കിനെ പറ്റിയാണ് അറിയേണ്ടത്. AU ബാങ്ക് നിലവിൽ 1.96% നേട്ടമാണ് ഇന്നലെ രേഖപ്പെടുത്തിയത്. 688 ലാസ്റ്റ് ട്രേഡർ പ്രൈസ് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിൻ്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ഈ മാസം ഏകദേശം 28% ഒരു മുന്നേറ്റം ഈ ഒരു സ്റ്റോക്കിന് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. AU ബാങ്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ AU ബാങ്കിന്റെ കേസിൽ മാർച്ച് മാസത്തിന് ശേഷം ഒത്തിരി ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് നമുക്ക് ഈ സ്റ്റോക്കിൽ നിലവിൽ കാണാൻ സാധിക്കുന്നത്. ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ഈ സ്റ്റോക്കിൽ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. എൻ്റെ അഭിപ്രായത്തിൽ താമസിക്കാതെ ഇതിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് ആയിട്ടുള്ള 760 ബ്രേക്ക് ചെയ്യും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് ഒരേ ഒരു റെസിസ്റ്റൻസ് ഇതിന്റെ ഓൾ ടൈം ഹൈ അറൌണ്ട് 820. ആൻഡ് എൻ്റെ അഭിപ്രായത്തിൽ ഈ സ്റ്റോക്കിന് ആ ഒരു റെസിസ്റ്റൻസും കൂടെ ബ്രേക്ക് ചെയ്യാനുള്ള ശക്തി കാണാൻ സാധിക്കുന്നുണ്ട്. നാച്ചുറലി ഇത്രയും വലിയ നേട്ടത്തിനെ തുടർന്ന് കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. സാർ, ഇനിയൊരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് ഹാലാണ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ്. നമ്മൾ ഈ ഒരു സ്റ്റോക്ക് നോക്കുമ്പോൾ 5.48% ഒരു നേട്ടമാണ് രേഖപ്പെടുത്തിയതായിട്ട് ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിൽ കാണാൻ സാധിക്കുന്നത്. 4426 ലാസ്റ്റ് ട്രേഡർ പ്രൈസ്. ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തത് കഴിഞ്ഞൊരു നവംബറിൽ തന്നെയായിരുന്നു. ആ ഒരു ഓൾ ടൈം ഹൈക്ക് ശേഷം പിന്നീട് ഈ ഒരു സ്റ്റോക്ക് തുടർച്ചയായി ഏകദേശം ഒരു 50% അടുത്ത് ഒരു ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ഈ സ്റ്റോക്ക് കഴിഞ്ഞ മാസം നോക്കുമ്പോൾ ഒരു 35% ഒരു കറക്ഷൻ രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഹാലിന്റെ കേസിൽ അഗെയിൻ ഡിസ്ക്ലോഷർ, എനിക്ക് ഓൾറെഡി ഒരു എക്സിസ്റ്റിംഗ് ലോങ് പൊസിഷൻ ഉണ്ട്. ഇൻഫാക്ട് ഇന്നലത്തെ വ്യാപാരം നോക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്ന ഇന്ത്യൻ ഡിഫൻസ് നിഫ്റ്റിയുടെ ഡിഫൻസ് ഇൻഡെക്സ് ആയിരുന്നു ഏറ്റവും വലിയ നേട്ടം നമുക്ക് ഇന്നലെ നൽകിയത്. മോർ ദാൻ 4.5% നേട്ടമായിരുന്നു ഇന്നലെ മാത്രം നമുക്ക് കാണാൻ സാധിച്ചത്. ഇതിൽ എടുത്തു പറയാനുള്ളത്, നമ്മൾ നേരത്തെ ഇന്ന് കൊച്ചിൻ ഷിപ്പ്യാർഡിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. അതിനോടൊപ്പം തന്നെ നമുക്ക് ബൈയിങ് ഇൻട്രസ്റ്റ് മാസഗോൺ ഡോക്കിലും ഗാർഡൻ റീച്ചിലും കാണാൻ സാധിച്ചിരുന്നു. അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്, ഭാരത് ഡൈനാമിക്സ് മുതലായ ഡിഫൻസ് സ്റ്റോക്സിലൊക്കെ ഒത്തിരി ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചിരുന്നു. ആൻഡ് ഇതിന്റെ ഒരു എക്സ്പെക്ടേഷൻ എന്തായിരിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോസിബിളി നമുക്ക് അറിയാം കാശ്മീരിൽ നടന്നിരിക്കുന്ന ആ ഒരു ടെററിസ്റ്റ് അറ്റാക്കിനെ തുടർന്ന് ഇന്ത്യ ഡിഫൻസ് മേഖലയിലോട്ട് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ്സ്, കൂടുതൽ ഫോക്കസ് കൊടുക്കുമെന്നൊരു പ്രതീക്ഷയിൽ ആയിരിക്കാം. ബട്ട് എങ്കിലും നമ്മൾ ഡിഫൻസ് ഇൻഡെക്സും അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് മുതലായ സ്റ്റോക്സിനെ സ്റ്റഡി ചെയ്യുമ്പോഴേക്കും നമുക്ക് മാർച്ച് മാസത്തിൽ തന്നെ ഈ സ്റ്റോക്കിന്റെ ഒക്കെ ബോട്ടം കാണാൻ സാധിക്കുന്നുണ്ട്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിന്റെ കേസിൽ ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ തന്നെ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. അടുത്ത മേജർ റെസിസ്റ്റൻസ് 4500, 4670, 4850, അതിനുശേഷം 5200. ഓക്കെ സാർ, ഞാനിപ്പോൾ പറഞ്ഞ ഒരു ഡാറ്റയിൽ ചെറിയൊരു തിരുത്തുണ്ടായിരുന്നു. നമ്മൾ ഹാലിനെ പറ്റി നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ നവംബറിലാണ് ഈ ഒരു സ്റ്റോക്ക് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതെന്നാണ് പറഞ്ഞത്. ഏതായാലും ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ജൂലൈയിലാണ്. ജൂലൈയിൽ ഒരു ഓൾ ടൈം
ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നീട് സ്റ്റോക്ക് അങ്ങോട്ട് ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് ഏകദേശം ഫെബ്രുവരിയിലായിരുന്നു ഒരു ബോട്ടം എടുത്തത്. അതിന് ശേഷം പിന്നീട് അങ്ങോട്ട് സ്റ്റോക്കിൽ ഒരു നേട്ടം കഴിഞ്ഞ മാസം രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും നമുക്ക് അടുത്ത സ്റ്റോക്കിലോട്ട് പോകാം. അടുത്തൊരു സ്റ്റോക്ക് ഇനി ചോദിക്കാനുള്ളത് CDSL ആണ്. നമ്മൾ CDSLൻ്റെ ഒരു ട്രേഡിംഗ് നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് CDSLൽ ഈ ഒരു സ്റ്റോക്കിൽ 0.62% ഒരു നേട്ടമാണ് കഴിഞ്ഞ ഒരു ദിവസത്തെ ട്രേഡിങ്ങിൽ കാഴ്ചവെച്ചത്. ഏകദേശം 1339 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസുമാണ് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്ക് ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞൊരു ഡിസംബറിലാണ്. അതിനുശേഷം പിന്നീട് തുടർച്ചയായി 2 മാസങ്ങളിൽ ഇടിവ് രേഖപ്പെടുത്തി ക്ലോസ് ചെയ്തൊരു സ്റ്റോക്ക് കഴിഞ്ഞ മാസം ഒരു നേട്ടം രേഖപ്പെടുത്തിയതായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. CDSLൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? നൗ CDSLന്റെ കേസിലോട്ട് വരുമ്പോഴേക്കും CDSLന്റെ കേസിൽ നമുക്ക് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ആഴ്ചകളായിട്ട് നമുക്ക് നല്ലൊരു റിക്കവറി കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ഓൾറെഡി ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 1460 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമുക്ക് വലിയൊരു മുന്നേറ്റം ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കും. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. താങ്ക് യു സാർ, ഇത്രയും അപ്ഡേറ്റ്സും അനാലിസും ഞങ്ങൾക്കായി ഷെയർ ചെയ്തതിന്. താങ്ക് യു സാർ. ഓക്കെ, ഏതായാലും നമുക്ക് മാർക്കറ്റ് പ്ലസ് ഇപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ഇതുപോലത്തെ കൂടുതൽ എക്സ്പേർട്ട് ഒപ്പീനിയൻസും മാർക്കറ്റിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സും ഉള്ള പ്രോഗ്രാം നമുക്ക് മൈഫിൻ ആപ്പിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. ഏതായാലും മാർക്കറ്റ് പ്ലസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. സ്റ്റേ ട്യൂൺഡ്. നന്ദി.